അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഞാൻ നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാവണ കുക എന്ന് പറഞ്ഞ ഒരു ചെടി ഉണ്ടല്ലോ, കാട്ടുകുക, ലാത്തിക്കുക എന്നൊക്കെ പറയും. അതിൻ്റെ പൊടി കൊണ്ട് ഒരു അലുവൻ്റെ മാതിരി ഉണ്ടാക്കണം. അതാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് കേട്ടോ. നമ്മളെ തടിക്കൊക്കെ നല്ലതാണ്. നല്ല ചൂടൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ നല്ല തിളപ്പിച്ചാണ്ട് ഇങ്ങനെ കുടിച്ചാലൊക്കെ മൂത്രക്കടച്ചിലിൻ്റെ അസുഖം, വയറുവേദനൻ്റെ അസുഖമൊക്കെ മാറിക്കിട്ടും കേട്ടോ. നല്ല ഔഷധമാണ് ഇത്. ഈ പറമ്പിലുണ്ടാവണത്. ഈ പറമ്പിൽ ഇതങ്ങനെ മുളച്ചിക്കണതിൽ ഇതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ കഴിഞ്ഞുള്ള ഈ കാലത്ത് കുറച്ച് പറിച്ച് പൊടി ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് എടുത്തുകൊണ്ട് ഞാൻ ഉണ്ടാക്കണത് കാണിച്ചു തരാം. നമ്മൾ നോമ്പിനൊക്കെ ഇങ്ങനെ റവൊക്കെ കാച്ചുമ്പോൾ അതിൽ ഒരു സ്പൂൺ ഇങ്ങനെ കലക്കിയാണ്ട് അതിലൊഴിച്ച് കൊടുക്കും. നമുക്ക് ചൂടൊക്കെ കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് തടിക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിലേക്കുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ പാത്രത്തിൽ എടുത്ത് വെച്ചതാണ് കുകപ്പൊടി ഇട്ടാ. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ അവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-12 അണ്ടിപ്പരിപ്പ് കൊണ്ടിട്ടാ. അതാണ് പൊടിയിട്ടാ. നമ്മളിത് മിക്സിയിൽ അരച്ചിട്ട് അങ്ങനെ പൊടിയാക്കി ഉണ്ടാക്കിയതാട്ടാ. പിന്നെ അണ്ടിപ്പരിപ്പ് ഒരു 10-12 ഉണ്ട്. അതുപോലെ ഏലക്കായ്, ബദം കേട്ടോ. ഇതൊക്കെ നമുക്കൊന്ന് ചെറുതാക്കി മുറിച്ച് വെക്കുക. ആവശ്യത്തുള്ള പഞ്ചസാരയും നമുക്ക് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ബദവും കൂടെ നമുക്ക് കുറച്ച് നെയ്യിൽ വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി അതങ്ങനെ ഉണ്ടാക്കാനുള്ള കാണിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് ഈ പൊടിക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട്, സാധാ വെള്ളം കേട്ടോ, എടുത്തിട്ട് നല്ലൊന്ന് കലക്കി കൊടുക്കണം കേട്ടോ. കലക്കി വെള്ളമാക്കി വെച്ചിട്ടേ നമുക്കിത് അടുപ്പത്ത് കൊഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ പാടി കട്ട കുത്തും. കൈ വെക്കാതെ നമുക്ക് ഇളക്കി എടുക്കും വേണം, അല്ലെങ്കിൽ വേഗം ഇത് കട്ട കുത്തുട്ടാ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ സുമാർ വെച്ച് ഞാൻ എടുത്താണ്. ഞാൻ കാണിച്ച് തന്ന കുക എൻ്റെ അമ്മേൻ്റെ പറമ്പിലുള്ള കേട്ടോ. അതാ ഒരു മില്ലി കൊണ്ടുപോയിട്ടാണ് പൊടിച്ച് കൊണ്ടുവരൽ. അല്ലാതൊന്നും ആവൂല. അത് കാട്ടുകുകയാണ്. നമ്മളെ വീട്ടിൽ കുറച്ചുണ്ട്. രണ്ടും കാട്ടുകുകയുണ്ട്, ലാത്തി കുകയുണ്ട് കേട്ടോ. ഇതിപ്പോൾ രണ്ടിൻ്റെ പൊടിയുണ്ട് ഇതിലിട്ടാ. രണ്ടും കൂടെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വെള്ളത്തിൽ കട്ട കുത്താതെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം കേട്ടോ. ലാത്തിക്കൂക ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര വലിയ പണിയൊന്നുമില്ല. നമുക്ക് എടുത്തുകൊണ്ട് കട്ട് കളയാനൊന്നുമില്ല. മിക്സിയിൽ ഇങ്ങനെ അരച്ചെടുത്തുകൊണ്ട് അത് നല്ല ഒരു തുണി വെച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ മേലെ തുണി കെട്ടുക. ആ പാത്രത്തിൽ 3/4 ഭാഗം വെള്ളം ഒഴിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ അയച്ച് വെച്ചിട്ട് ചണ്ടി വേറാക്കിയിട്ട് പൊടി അടിക്ക് ഊറിപ്പോട്ടാം. പിന്നെ അടിക്ക് ഊറിയതിന് ശേഷം നമ്മൾ അത് പൊടിയാക്കി എടുത്തതിന് ശേഷം ഉണക്കിയെടുക്കലട്ടാ. അപ്പോൾ ഞാൻ 2 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലാണ് നമുക്ക് അണ്ടിപ്പരിപ്പും അതും കൂടെ ഒന്ന് വറുത്തെടുക്കേണ്ടി കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ തിന്നാൻ. ഇങ്ങനെ നമ്മളിങ്ങനെ വിരകിയിട്ട് ഇങ്ങനെ വെച്ചാൽ, പണ്ടൊക്കെ നമ്മളെപ്പോഴും ഉണ്ടാക്കുമായിരുന്നു വൈകുന്നേരമൊക്കെ ചായക്ക്. എന്നിട്ട് ഇങ്ങനെ ഈ അലുവക്കണ്ടം പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തിന്നു കേട്ടോ. പിന്നെ വെള്ളം പോലെ തന്നെ കാച്ചെടുക്കാം. പിന്നെ നമ്മളിങ്ങനെ കുടിക്കണതിൽ അന്നൊക്കെ ഈ കറുത്ത കസ്കസ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വെള്ളമാക്കി കുടിക്കുകയും തണുപ്പിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തടിക്ക് അതിനെക്കാട്ടി ഉഷാറ്. അത് പുറത്തുനിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല വിലയാണ്. പിന്നെ ആണെങ്കിൽ പുറത്തത്തെ അങ്ങനെ വിശ്വസിക്കാനും പറ്റും. ചിലരൊക്കെ പറഞ്ഞിട്ട് പൂളപ്പൊടി ചേർക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് പുറത്തുനിന്ന് വാങ്ങണതിൽ. അപ്പോൾ ഇത് നമ്മളുണ്ടാക്കിയതുകൊണ്ട് നമുക്ക് ഒറിജിനൽ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി വറുത്ത് കഴിഞ്ഞ് നമുക്കിത് പാത്രത്തിൽ കോരിയെടുക്കട്ടെ. പണിയൊന്നുമില്ല ഉണ്ടാക്കാനും. കാട്ടുകയാണെങ്കിൽ പിന്നെ ഒക്കെ അരച്ചുണ്ടാക്കിയാൽ നമ്മൾ കട്ട് ഒഴിവാക്കണം. പിന്നെ അതിന് ഒരു അളിയൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കാട്ടുകേൻ്റെ കൂടെ തന്നെ ഉള്ള. അതില്ലാഞ്ഞാൽ പൊടി ഉറി കിട്ടൂല. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കട്ടോ.
ഈ നെയ്യിക്കാണ് ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ വെള്ളം കൊണ്ട് ഉണ്ടാവില്ല, വേഗം ഇത് പിന്നെ അങ്ങനെ കട്ടകട്ടായിട്ട് വരും കേട്ടോ. നമുക്കിത് നല്ല കണ്ണാടി പോലത്തെ കളറാവണം, അപ്പോഴാണ് ഇത് വെന്ത് എന്നുള്ള ഈ പാല് കളറാണ്ട് പൂട്ടോ. വെന്ത് കഴിഞ്ഞാൽ തീയൊന്ന് കുറച്ചൊക്കെ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ വെള്ളം പോരട്ടാ, ഒഴിച്ചപ്പോത്തിന് കട്ടാകണുണ്ടല്ലേ. നമുക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ വേവിൻ്റെ കണക്ക് അതാണ്, ഈ പാൽ കളർ അങ്ങോട്ട് പോയിട്ട് വെള്ള കളറാവുക. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂൺ പഞ്ചസാരയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിയിട്ട് കുറി വരുന്ന നേരത്ത് നോക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാരക്ക് ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പ് തോനാവരുതിട്ടാ, നുള്ളിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇനി കൈ വെക്കാതെ നമ്മളിത് ഇളക്കണം. ഇതിങ്ങനെ വീണതിന് ചൂടാകുന്നതനുസരിച്ച് ഇങ്ങനെ കട്ടകട്ടായിട്ട് വരും. നല്ല മരുന്നാണിത് വയറുവേദനക്കൊക്കെ, പിന്നെ എല്ലുർക്കത്തിൻ്റെ അസുഖമുള്ളവർക്ക് ഒക്കെ നല്ല മരുന്നാണിത്. മൂത്രം കടച്ചിലിനൊക്കെ നമ്മൾ ഇതിങ്ങനെ വെള്ളം കാച്ചിയാണ്ട് കുടിച്ച് കഴിഞ്ഞാൽ വേഗം മാറിക്കിട്ടും കേട്ടോ. അപ്പം ഇങ്ങനത്തെ മുരടൊക്കെ എവിടെയെങ്കിലും പറമ്പിലുണ്ടെന്നുണ്ടെങ്കിൽ ആരും കൊത്തി കളയണ്ട. അത് ഈ പ്രാവശ്യം ഒരു മുരടാണെങ്കിൽ വരുന്ന പ്രാവശ്യം 2-3 വട്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടായിക്കോളും. ഇതിന് നമ്മൾ വളങ്ങളോ വെള്ളങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറമ്പിൽ താനേ ഉണ്ടാവും, നമ്മൾ നഷ്ടപ്പെടുത്താതെ ഇരുന്നാൽ മതി. അപ്പോൾ കുറച്ച് മെനക്കേടുണ്ട് പൊടി ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ. നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കട്ടോ. ഈ തേങ്ങ ഇട്ട് കൊടുത്താൽ നമ്മളിങ്ങനെ വിരകി വെക്കുമ്പോഴേ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അതിനാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ അസുഖങ്ങൾക്കൊന്നും തേങ്ങൻ്റെ ഒന്നും ആവശ്യമില്ല. അത് വെള്ളം കച്ചിയാണ്ട് അച്ചിങ്ങോട്ട് കുടിക്കൽ. അപ്പോൾ അതിപ്പോൾ നമ്മൾ രോഗങ്ങൾക്കായിട്ട് ഉണ്ടാക്കണമല്ല കേട്ടോ. അത് നമുക്ക് ഇതിങ്ങനെ ടേസ്റ്റിന് ഇങ്ങനെ തിന്നോക്കാം. അലുവ പോലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം എപ്പോഴെങ്കിലൊക്കെ തിന്നാന്നുള്ള ഇതിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ തിളച്ച് വരണം കേട്ടോ, കുറി വരണുണ്ട്. ഇത് പഞ്ചസാര കുറവുണ്ട് കേട്ടോ നോക്കിയപ്പോൾ. അപ്പോൾ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ. നല്ല നമുക്കിത് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാം വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഈ വെള്ള കളറാണ്ട് വിടും. ഇപ്പം തേങ്ങാപ്പാലിൻ്റെ ഒരു നിറ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇതിൽ. ഞാൻ എന്നാലും ഈ കൈതിമ്പ് എടുത്തത് കാണിച്ചു തരാം കേട്ടോ. നെതിരടിക്കണ മായത്തെ കളറാണ് വരിക. എന്താ വേഗം അടി പിടിക്കും, ഇളക്കിയും കൊണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മളൊക്കെ പറമ്പിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലേ ആരും ഇത് ഒഴിവാക്കിയതിട്ടാ. നമ്മളിങ്ങനെ പൊടി ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്നൊക്കെ ഒരു വയറുവേദനയും ഒക്കെ വരുന്ന ടൈമിലാണെങ്കിൽ, മൂത്രം കടച്ചിൻ്റെ അസുഖമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് തുള്ളി ഒരു സ്പൂൺ എടുത്തുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയാണ്ട് ഒന്ന് തിളപ്പിച്ചാണ്ട് കുടിച്ചാലും ആ മൂത്ര കടച്ചിൻ്റെ അസുഖമൊക്കെ നമുക്ക് ഭേദം കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും ചെയ്ത് നോക്കി. നമ്മളമ്മമാരൊക്കെ പണ്ട് ഇതിങ്ങനെ കുറച്ചെടുത്ത് വെക്കും, എപ്പോഴെങ്കിലും അസുഖം വരുമോ ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അന്നൊക്കെ തോനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇല്ല, കുറച്ചുള്ളൂ. എന്നാലും ഞാൻ ഉള്ളതിന് കുറച്ച് നേരത്ത് മാറ്റി വെക്കും കേട്ടോ. എപ്പോഴെങ്കിലും പെട്ടെന്നാവുമല്ലോ നമുക്ക് എന്തെങ്കിലും വരിക. അപ്പോൾ ഇപ്പം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കഴിഞ്ഞല്ല നമ്മൾ ഉണ്ടാക്കി വെച്ചത് കണ്ടാ കണ്ണാടി പോലായി വരണേ. അതിലടിക്കണ കണ്ടില്ലേ സ്പൂണും വന്ന്. പിന്നെ ഇനിയിപ്പോൾ 2-3 മുരടുണ്ട്. അത് നമുക്കിനി നാളെ തെങ്ങുംതാടം തുറക്കാൻ വരും ആൾ. അപ്പോൾ അവർ വരുമ്പോൾ പറിക്കും. അപ്പോൾ എടുത്തുകൊണ്ട് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ പിന്നെ ആ സമാധാനത്തിനാണ്. അപ്പോൾ ഇതിപ്പോൾ എടുത്ത് ഉണ്ടാക്കിയാലും ഇപ്പോൾ നമുക്ക് എടുത്ത് വെക്കാണ്ടല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കണത് കേട്ടോ. പിന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചും തരാം. പിന്നെ ഞാൻ ഏലക്കായ് പൊടിച്ച് വെച്ച് ഇടാൻ മറന്നിട്ടാ. ഇനിയിപ്പോൾ അത് അധികം കിടന്ന് ചൂടാകുമ്പോൾ അങ്ങോട്ട് ഇതൊക്കെ ശരിയായിക്കോളും. അപ്പോൾ വേവൊക്കെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ, അണ്ടിപ്പരിപ്പും അതും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ അതിങ്ങനെ നമ്മളിങ്ങനെ പാത്രത്തിൽ വെച്ച് സെറ്റായിട്ട് ഇങ്ങനെ നമ്മൾ പോയി തിന്ന നേരത്ത്
നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് ഓരോ കാരണങ്ങളായിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ടേന്ന്. അപ്പോൾ എന്നാൽ എല്ലാവരോടും നമ്മളിതാ പാത്രത്തുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചൂടാറിയിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും അസ്സലാമു അലൈക്കും.